മുണ്ടക്കയത്ത് നല്ല മഴ കേട്ടോ. നമ്മൾ മുണ്ടക്കയത്ത് മഴ പെയ്ത് അത്ര പാലത്തിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളമാണെന്ന് പറഞ്ഞേ. നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയാണേ. കെ റോഡ് നമ്മൾ വരുന്ന വഴി പുല്ലുപാറയുടെ ഉരുള് തന്നെ പൊട്ടിയിട്ടുണ്ട് ഒരെണ്ണം. പക്ഷേ നമുക്ക് ബസ്സിൽ നിന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ. അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നീട് എപ്പോഴേലും അതിൽ വരുമ്പോൾ അത് കാണാം. കുറേ വലിച്ചു മാറ്റിയാൽ ഉരുള് പൊട്ടിയ ഭാഗങ്ങളൊക്കെ കാണുമല്ലോ. ഇച്ചിരി മുമ്പേ മഴ എങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നല്ല കോളപ്പം മഴയാണ് പെയ്യുന്നത്. ഈ വെള്ളമെല്ലാം കൂടെ എങ്ങോട്ട് പോകുന്നു? നമുക്ക് ഏതായാലും പാലത്തിൻ്റെ അവിടെ പോയി നോക്കാം. ക്രോസ് വേ പാലത്തിൻ്റെ ഒക്കെ മൊത്തം പരിക്ക് പറ്റിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ. വെള്ളത്തിൽ കൂടെ തടിയൊക്കെ ഒഴി വന്നിട്ട്. ഞാൻ റാന്നിക്കും കൂടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ റാന്നിക്കൊന്നും ബസ്സില്ല കേട്ടോ. ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അപ്പോൾ പിന്നെ എന്നാൽ മുണ്ടക്കയത്തെ വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന്. ഇവിടെയൊക്കെയാണ് പെയ്യുന്നത്. ഭയങ്കര ശക്തമായ മഴയാണേ. ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് പെയ്തിട്ട് അങ്ങ് മാറും. ചിലപ്പം മാറാതെ നിൽക്കും. അതാ അവിടെ വെള്ളം നല്ലതായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. പാലത്തിന് 3/4 ഭാഗം ശകലം കൂടെ താഴെ ഉള്ളു വെള്ളം. കൈവരിയൊന്നും ഇല്ല കേട്ടോ. കൈവരിയെല്ലാം പോയി. മഴ പെയ്യുമ്പോണ്ടല്ലോ എന്ത് വെള്ളം വരുന്നത് നോക്കിയേ. മണിമലയാർ ഇങ്ങനെ ഒഴുകി വരുന്നത്. അവിടെ നിന്നെല്ലാം കൂടെ നല്ല വരവാ വെള്ളം വരുന്നത് കേട്ടോ. ഇത് കണ്ടോ. അങ്ങനെ മുണ്ടക്കയത്തും നല്ല വെള്ളം. എന്തെല്ലാം സാധനം പാലത്തേൽ അവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നതെന്നുണ്ടോ. അങ്ങനെ എന്തോ വലിയ തടിയൊക്കെ വന്നിട്ടായിരിക്കും കേട്ടോ ആ സൈഡിൽ കൂടെ വെച്ചിരുന്ന കൈവരി എല്ലാം കൂടെ പോയത്. വെള്ളം കൂടുവാണോ? കുതിച്ചൊഴുകി വരുന്നുണ്ട് വെള്ളം. ബൈപ്പാസ് റോഡിലെല്ലാം വെള്ളം കയറിയെന്ന് പറഞ്ഞു. വെള്ളം ചെളിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതിലേ വെള്ളം വന്ന് അവിടം വരെ കയറിയെന്ന് ഒന്ന് പറയുന്നത് കേട്ടെ. ആ വഴിക്ക് ഒന്ന് പോയി നോക്കാം, എന്നിട്ട് അക്കരയ്ക്കൊന്ന് പോകാം. അതെ, ഇവിടെ എല്ലാം ചെളി കിടക്കുന്നു. നോക്കി വെള്ളം കയറി പോയല്ലേ ഈ ചെളിയെല്ലാം കൂടെ കിടക്കണം. ഇതുപോലെ 10 മഴയും കൂടെ പെയ്യാതെ വെള്ളം പിന്നെയും കൂടും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമാണോ അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യമാണോ ഇവിടുന്ന് മഴ പെയ്തിട്ട് തേങ്ങ വന്നപ്പോൾ പെറുക്കാൻ ചാടിയത് ആരാണ്ട്. ഈ വെള്ളത്തിൽ കൂടെ ഒരാൾ പോയി. അതുകൊണ്ട് എന്തോ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വലിയുന്നുണ്ട്. അത് പൈപ്പാണോ അതുപോലെ പാമ്പുമാണ്? അല്ല, പൈപ്പ്. അതിനകത്തൂടെ വെള്ളം കയറി ഇറങ്ങുന്നു. അവിടെ 3-4 പേരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പരിപാടി. ഇനിയും മഴ പെയ്യാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ മണ്ടയിൽ കൂടെ കയറും കേട്ടോ. അതിൻ്റെ തീരത്തൂടെ ഇരിക്കുന്ന വീടുകളുണ്ടോ, അത് കടയൊക്കെയാണേ. അതിനകത്തൊക്കെ വെള്ളം കയറി അല്ലേ. കയറിയിട്ട് ഇറങ്ങിയതാ. അവിടെയൊക്കെ കണ്ടോ അതാ തിട്ട് വരെ വെള്ളം വന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ റോട്ടിൽ കൂടെ ഒക്കെ വെള്ളം കയറി ഇറങ്ങിപ്പോയേ. ഇപ്പോൾ ഇതാ മഴ പെയ്തപ്പോൾ ഈ റോട്ടിലോട്ട് നല്ലപോലെ വെള്ളമാവുന്നുണ്ടേ. അപ്പോൾ ഈ വെള്ളം കയറി വന്നപ്പോൾ ഒഴുകിക്കൊണ്ട് തന്നെ ഓരോ തടി കഷ്ണങ്ങളൊക്കെ കാരണം ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളീ നടക്കുന്നിടത്തെ ഒരുമാതിരി ചെളിയുണ്ട്. മല ചവിട്ടുമ്പോൾ പൊട്ടിപ്പിടിക്കുന്ന പോലെ. ഈ മഴ ഇപ്പോൾ പെയ്യാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി കേട്ടോ. ഒന്നാമത് ക്രോസ് പാലം ഒത്തിരി താന്നാണ് നിൽക്കുന്നത്. ഇത് വെള്ളം വന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇതാവും. ക്രോസ് പാലത്തെ കൂടെ നമുക്ക് അക്കരയ്ക്ക് പോകാവേ. ഇപ്പോൾ കൈവരിയൊന്നും ഇല്ല. അത് കാരണം പിന്നെ അറിയത്തില്ലേ. വലിയ വെള്ളം കൂട് വരുക. പെട്ടെന്ന് വെള്ളം കൂടുന്നുണ്ടേ.
പോയി ചാടി ചെളിക്കാത്തോണ്ടായിട്ട് ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടെ. ഓരോ മഴ പെയ്യുമ്പോഴും വെള്ളം നോക്കി വരുന്ന വരവുണ്ട്. വെള്ളം ഇതിനെ പോലെ കൂടെ ഈ പിന്നെ കയറി ഒഴുകുമോ പറയാൻ പറ്റുക. ഇവിടെ എന്തോ പരിപാടി, കേബിളിൻ്റെ എന്തോ പരിപാടി കേട്ടോ. അതെല്ലാം പൊട്ടിപ്പോയി മഴ കാരണം. പെരുവെള്ളം. ഇവിടെയൊക്കെ വെള്ളം വന്ന് അടിക്കുന്നുണ്ടേ. ഇതിലെല്ലാം വെള്ളം കയറിയിട്ടേ ഓരോ സാധനങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ ഈ വഴിസൈഡിലൊക്കെ കടയുണ്ടായിരുന്നല്ലോ, കടയെല്ലാം പോയല്ലേ. ഇത് കണ്ടോ പാലത്തിൻ്റെ കൈവരിയൊക്കെ എടുത്ത് വെച്ചേക്കും നോക്കി. അവിടുന്ന് പറഞ്ഞു പോയിട്ട് ഇവിടെ കുറേ കടകളുണ്ടായിരുന്നേ, ആ കടയെല്ലാം പോയി. പൊളിച്ചു മാറ്റിയതാണോ പോയതാണോ അവരാണ്ട് അവിടെ ഇട്ട് വെള്ളം ഇട്ട് അടിച്ച് റോഡ് കഴുകുക, റോട്ടിൽ ചെളി കയറിയിട്ട്. റോഡ് കഴുകുന്നു വെള്ളം താണ്ടി. ഇവിടെയൊക്കെ പിന്നെ മെത്തി വരുന്നുണ്ട് കേട്ടോ കയറി. ഈ റോട്ടിൽ കിടക്കുന്നത് ഇതെല്ലാം ചെളിയാട്ടോ. ആ ചെളിയാണ് അവര് കഴുകി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ വെള്ളം കൂടുന്ന നോക്കി. ഇവിടെ വന്നിങ്ങനെ ജോയിൻ്റ് ആവുന്നു, കൂടുന്നുണ്ടോ. അതുപോലെ പെയ്ത്താ ഇപ്പം മഴ പെയ്യുന്നത്. മേളിൽ നമ്മുടെ മറ്റേ പാലം കല്ലേപ്പാലത്തെ നിങ്ങൾ താഴോട്ട് നോക്കണം വെള്ളം അറിയണമെങ്കിൽ. ഇതിലെല്ലാം നേരത്തെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പോയിട്ട് തിരിച്ചു വരും. ഇപ്പം എന്നാന്നറിയോ, ഇതിടയ്ക്ക് സ്ലോ മോഷനൊക്കെ ആയി പോകുന്നുണ്ടേ. അതെങ്ങനെയാവുന്നതെന്ന് അറിയില്ല. നേരത്തെ വെള്ളം കയറിയ സ്ഥലം കണ്ടോ. ഇതിലേ ഇങ്ങനെ വന്ന് വെള്ളം കയറിയിട്ട് ഈ ഭാഗത്തത് ആ കടയുടെ അവിടെ എല്ലാം വെള്ളം കയറിയാൽ തോന്നും. അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഈ മുകളിലോട്ടും വെള്ളം കയറി തോന്നും കേട്ടോ. അവിടെയൊക്കെ ഉണ്ടോ ചപ്പിയോർ ഇങ്ങനെ കിടക്കുന്നത്, ആ വണ്ടി വാഴക്കല വണ്ടിയൊക്കെ കിടക്കുന്നതിൻ്റെ അവിടെ. ഇതിലേ ഇങ്ങനെ പോയിട്ട് നമുക്ക് ആ നടുന്തോട് പോവാം. അവിടുന്ന് തിരിച്ച് കയറി വന്നിട്ട് ടൗണിൽ കൂടെ കയറി ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ഇതാണ് നടുന്തോട് പാലം. മുകളിൽ നിന്നൊക്കെ നല്ല വെള്ളമൊഴുക്കാം കേട്ടോ. അതിങ്ങനെ ഇവിടെ വന്നിട്ട് നടുന്തോട്ടിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ വരവ് നമുക്കൊന്ന് കാണാമേ. ഇതിലൊക്കെ എപ്പോഴും വണ്ടി ഭയങ്കരമായിട്ട് പാസിങ്ങാണ്. നടുന്തോടെന്ന് പറഞ്ഞാൽ നമ്മുടെ പാഞ്ചാലിമേട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളം, കുപ്പക്കയം ആ റൂട്ടിൽ നിന്നൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഈ പുഴയോരത്തൊക്കെ എന്ത് വീടായിരിക്കുന്നത് നോക്കി. അതുകൊണ്ടോ അവിടെ പോയി മണിമലയാറുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഈ വെള്ളമെല്ലാം കൂടെ കലങ്ങിയിട്ട് ഇങ്ങനെ കിടക്കണോടെ. വളങ്കടി ഉണ്ടാവുമോയെന്ന് അറിയത്തില്ലേ ചവിട്ടി കഴിയുമ്പോൾ. ഓൾറെഡി എൻ്റെ കാലയിലൊരു തോട്ടപ്പുഴ അടിച്ചിട്ട് ഇതായിട്ടിരിക്കുക. ഇനി നമുക്ക് കല്ലേപ്പാലത്ത് നിന്നിട്ട് പുഴയുടെ കാഴ്ചകളൊന്ന് കാണാമേ. ഇത് എത്ര നേരമായി ഈ ഒരു മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ആ മഴ നിന്നിട്ടില്ല എന്നുള്ള. ഇവിടെ കണ്ടോ പുഴ വെള്ളം കുറേ കുറഞ്ഞ കേട്ടോ. ആ ഭാഗത്തൊക്കെ വെള്ളം രാവിലെ നല്ലപോലെ അതിലേക്ക് കയറി ഒഴിയാണ്. അപ്പം വെള്ളം കുറേ കുറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമായിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള പുഴയുടെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇപ്പോൾ പാലത്തെ കുറേ കൂടെ വെള്ളം മുട്ടുന്ന രീതിയിലായോ. ഇവിടേക്ക് ഇവിടം വരെ വെള്ളം കയറുമായിരുന്നേ. ആ വെള്ളമൊക്കെ പോയി. ഇനിയിപ്പോൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവില്ലായിരിക്കും അല്ലേ. പക്ഷെ ഇത് നോക്കി എന്തേരം വീടുകളവിടെ ഈ ഇറമ്പ് ചേർന്നിരിക്കുകയാണ്. ഇതന്നെ ഈ പുഴയുടെ തീർത്ത് ഇതുപോലെ വീട് വരുന്നേ.
ഇവിടെ ഇവരെ ഇവിടെ കൊണ്ടിരുന്നത് ആ വഴിയുടെ പുഴയുടെ ഇടയ്ക്കായിട്ടുള്ള കുറച്ച് സ്ഥലമുള്ളൂ. അതിനകത്താണ് എന്ത് വീടാന്ന് നോക്കിയാൽ ഒരു നില 2 നില, ചെറിയ നില വലിയ നില എന്നൊക്കെ പറഞ്ഞ പോലെ ഈ സൈഡും ആ സൈഡും ഒക്കെ ആയിട്ട് വലിയ വെള്ളപ്പൊക്കം വന്നാൽ എന്നെ ഇവർക്ക് ഒരു ഇതൊക്കെ കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു മഴക്കാലക്കാഴ്ചകൾ മുണ്ടക്കയത്തെ. നമ്മൾ തിരിച്ച് വീണ്ടും ഈ ക്രോസ് പാലത്തിനോട് വന്നേ. അപ്പോൾ വേറൊരു വീഡിയോ, എൻ്റെ യാത്ര അരുണിൻ്റെ വീഡിയോ ആണ് കണ്ടത്. അതിനകത്ത് എവിടെയോ ഇപ്പം ഈ രാത്രി വെള്ളം കയറി വീട് പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞേ. അതെവിടെയാണെന്നാ ഞാനിപ്പോൾ ഈ നോക്കി നടക്കുന്നത്. ഇന്ന് രാവിലെയാണോ വെള്ളം നന്നായിട്ട് ഉണ്ടായിരുന്നേ? എവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു? പാലം മൂടി കിടക്കുമായിരുന്നോ? ഇപ്പം വെള്ളം കുറേ ഇറങ്ങിയല്ലേ? ആ, വെള്ളം ഇറങ്ങിയല്ലേ. വീട്ടിനകത്ത് വെള്ളം കയറി എന്ന് പറഞ്ഞൊക്കെ എവിടെയാ അറിയത്തില്ലല്ലേ? എവിടെയാ വീട്ടിനകത്ത് വെള്ളം കയറി എന്നൊക്കെ പറയുന്നത്? അക്കരെയാണോ? ആ, എവിടെ പോവാ? കവലേക്ക് പോകാൻ ഇറങ്ങിയാണോ? ആ, എന്നാ പോയിട്ട് പോവാ. എന്നാ പോയിട്ട് പോവാ. ഇതുണ്ട്, ഇവിടെ ഒരു മാടക്കട ഉണ്ടായിരുന്നേ. ഈ കടയൊക്കെ വെള്ളം കയറി അടിച്ച് പൊടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പോകാതിരിക്കാൻ ഇവരിവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഈ ഭാഗത്തേക്ക് നല്ലപോലെ വെള്ളം ഇവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ മീൻകടയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അടച്ചിട്ടിരിക്കുവാണല്ലോ. ഇപ്പൊ പെയ്ത മഴയുടെ എല്ലാം കൂടെ ശകലം വെള്ളം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബസ് ഇതുവരെ വരുന്നില്ല. അല്ല, റാന്നി ഭാഗത്തേക്ക് എരുമേലി ഭാഗത്തേക്കൊന്നും ബസ് ഇപ്പോൾ ഈ വഴി പോകുന്നില്ല കേട്ടോ. വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പുഴ കണ്ടാലേ വറ്റി വരണ്ട എന്താല്ലേ. ഇപ്പം നോക്കിയേ, ഒരു 2 ആഴ്ചത്തേക്കൊക്കെ വെള്ളം കാണും അങ്ങനെ നന്നായിട്ട്. ഇവിടെയൊക്കെ വെള്ളം കയറി കേട്ടോ. നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ടില്ലേ, ഇതുകൊണ്ട് ഈ വണ്ടിയുടെ ടാറ്റാടെ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ സൈഡിലാണ് വെള്ളം കൂടുതലായിട്ട്. അതാ ഇവിടെ എല്ലാം അടിച്ച് കഴിയുന്നത്. ഇവിടെ ഈ സൈഡിലോട്ടൊക്കെ ഇത് നോക്കി അവിടെ നിന്നൊക്കെ വെള്ളം വരുന്ന വരവുണ്ട്. ഇതിനകത്തൊക്കെ വെള്ളം കയറി. അപ്പോൾ വെള്ളം കൂടുതൽ കയറി ഈ സൈഡൊക്കെ അല്ലേ. ഇത് കണ്ടോ വെള്ളം കയറിയത്? ഞാൻ അരുണിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് വെള്ളം കയറിയ കാര്യം കണ്ടു. ഇതിനകത്തോട്ടൊക്കെ വെള്ളം കയറി കേട്ടോ. എല്ലാം പൊളിച്ചടിച്ച് ഇട്ടേക്ക് നോക്കി. അവിടുന്ന് വെള്ളം കൂടെ തള്ളി കയറിയിട്ടല്ലേ എവിടം വരെ. ഈ ഒരു വഴിക്ക്, ഈ വരിക്കാന് പോകുന്ന വഴിക്കൊക്കെ വെള്ളം കയറി. ഇവിടങ്ങളിലുള്ള വീടുകളിലൊക്കെ കയറി കാണും വെള്ളം അല്ലേ. ഇവിടെ എല്ലാം വെള്ളം കയറിയ ലക്ഷണമുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറിയോ? ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? ആണോ? ഈ വേസ്റ്റ് കിടക്കുന്ന വെള്ളം വന്നേക്ക് ഇവിടെ വീടുകളിൽ കൂടെ കയറി അല്ലേ? വെള്ളം കയറി അല്ലേ? അങ്ങോട്ടില്ല അല്ലേ? അങ്ങോട്ട് കയറ്റമായതുകൊണ്ട് അങ്ങോട്ടില്ല. അരി നെയ്യേക്കിന് അവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലേ? ആണല്ലേ? കഴി വൃത്തിയാക്കി എടുത്തു. രാത്രിയിലായിരുന്നു. മുകളിലങ്ങനെ ഉരുള് പൊട്ടിയോ? ഉരുള് പൊട്ടിയല്ലേ? എവിടെ? കൊക്കയാറോ? കൂട്ടിക്കൽ അല്ലേ? കൂട്ടിക്കൽ അവിടെ വലിയ മല അങ്ങ് മുകളിലോട്ടല്ലേ? കേന്താറ് പോവല്ലേ? ഇതിപ്പോൾ ഇറങ്ങി വന്നേ. ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നാ. കട്ടപ്പന ചപ്പാത്തിന് ആ ഭാഗത്തെല്ലാം വെള്ളം കയറിയിട്ട് ഭയങ്കര വിഷയം. ഇപ്പോൾ അങ്ങോട്ടൊക്കെ കുറേ സ്ഥലത്ത് ഉരുള് പൊട്ടിയിട്ടുണ്ട്, ചെറിയ ചെറിയ ഉരുളൊക്കെ. ഇപ്പോൾ കടയിലുള്ളവർ പറഞ്ഞോട്ടെ, ആ കാണുന്നൊരു മരത്തിൻ്റെ ചോട്ടിലൊരു വീടുണ്ട് കേട്ടോ. അവർക്ക് വേറെ വീടും സ്ഥലവും എല്ലാം ഉള്ളതാണ്. അവരുടെ വീടിൻ്റെ പുറവശം ഇപ്പം വെള്ളം കയറി ഇടിഞ്ഞു പോയി. പക്ഷേ അവരോട് അവിടുന്ന് മാറാൻ പറഞ്ഞിട്ടോ അവർ വേറെ പോയി താമസിക്കാൻ പറഞ്ഞിട്ടോ അവർ പോവുകയല്ല ഇവർ പറയുന്നത്. അങ്ങനത്തെ അവസ്ഥയാണ് ഈ കാണുന്ന വീട്. അങ്ങനെയൊക്കെ നിർബന്ധ ബുദ്ധിയിൽ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പുഴയറമ്പി കൂടെയൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യാൻ പറ്റുമല്ലേ? വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴേ. അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് പുല്ല് കളഞ്ഞു കിടക്കാൻ നോക്കി. ഇതിലേ വന്ന് കയറിയ വെള്ളമാണേ. അപ്പുറത്തല്ല കടകളിൽ കൂടെ എല്ലാം കയറിയത് കണ്ടോ. ടോംസ് മോട്ടോഴ്സ് ആ കടകളിലെല്ലാം കയറി. ആ കട കയറിയില്ല എന്ന് തോന്നുന്നു. അങ്ങോട്ടുള്ള മീൻകടയും ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് പോകാം കേട്ടോ. ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിന് വേറെ ഔട്ട്റോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ.
ഇങ്ങനെയുള്ള കാഴ്ചകളായതുകൊണ്ട്. കുറുക്കോഴിക്കാണ് കയറി കേട്ടോ. പക്ഷേ ഇതുകൊണ്ടോ നല്ല മഴ കേട്ടോ പെയ്യുന്നത്. ഞാൻ അവിടുന്ന് പറഞ്ഞു തരാം. എന്നാലും നോക്കുമ്പോൾ ഈ മഴ ശക്തമായിട്ട് പെയ്യുന്നു. മഴ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. മഴ കുറയുന്നില്ല കേട്ടോ, നല്ല തകർപ്പ മഴയാണ്. തിരിച്ച് നമ്മൾ കയറി വരുന്ന വഴിക്ക് റോഡിലെല്ലാം മണ്ണിടിഞ്ഞ് കിടക്കുന്ന ചെറിയ ഉരുളുപൊട്ടൽ, കല്ല് വീണ് കിടക്കുന്നത്, അങ്ങനെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും കണ്ടോ വരിക്കയുടെ വെച്ച് വണ്ടിയൊക്കെ കയറുമ്പോൾ ആ ഒരു സൈഡൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞു. റോഡിൻ്റെ പകുതിയെല്ലാം പോയേ. മഴയുടെ കെടുതികൾ ഭയങ്കരമാണ്. അപ്പോൾ നേരത്തെ ഒരാളോ പറഞ്ഞതാണ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ. ഇതൊരു ബ്ലോഗെന്നൊന്നും പറയാൻ പറ്റിയത് തീർത്തുമല്ല. നമുക്കിനി ഇന്നത്തെ ഗ്രാമങ്ങളുടെ വീഡിയോ ഒക്കെ കാണാമല്ലോ. അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത് പിന്നെ ഇതേ കിടക്കുന്നത് കല്ല് കേട്ടോ. ഇതൊക്കെ പിന്നെയാണ് കിടക്കുന്നത്. ഇവിടെ വലിയ പാറയാണ് മുകളിൽ കേട്ടോ. എത്ര വലിയ കല്ലായിരിക്കുന്നതെന്ന് നോക്കി. ആ റോഡിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് താഴോട്ട് പോകും. ഭയങ്കര മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ബസ് സർവീസ് ഒന്നുമില്ല. എനിക്ക് കഷ്ടിച്ചൊരു ബസ് കിട്ടി. അതിന് ഞാൻ കുട്ടിക്കാരെ ഇറങ്ങിയിട്ട് വേണം എനിക്ക് മാറി കയറി വീട്ടിൽ ചെല്ലാനായിട്ട്. ഇന്നത്തെ യാത്രയ്ക്ക് നമുക്ക് ചിലവും കൂടുതലാണ്. എനിക്ക് വളർച്ചാകാലമൊക്കെ നമ്മൾ എത്താറായപ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്കുള്ളൊരു കാഴ്ചകളൊക്കെ കാണുന്നത്. അവിടെ എല്ലായിടത്തും നല്ല വെള്ളം. ഇപ്പോൾ വളർച്ചാകാലം എത്തിയതുകൊണ്ടോ ഭയങ്കര വെള്ളമാണ് ഇവിടെ. ഒരു മല തന്നെ ഇടിഞ്ഞു പോരുന്ന പോലത്തെ വെള്ളമാണ് പോരുന്നത്. ഇപ്പോൾ കുട്ടിക്കാനം എത്തുക, അവിടെ നിന്നൊരു വണ്ടി എടുക്കുക, നല്ല വീട്ടിലെത്തുക.